ഹായ് ഫ്രണ്ട്സ്, തായ്ലൻഡ് യാത്ര രണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതിരാവിലെ തന്നെ ഉണർന്ന് നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. താമസിക്കുന്ന റൂമിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറമുള്ള ബാങ്കോക്കിലെ പ്രസിദ്ധമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ട്രെയിൻ മാർക്കറ്റും കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസം ബുക്ക് ചെയ്തതനുസരിച്ച് അതിരാവിലെ ഒരു ഹാഫ് ഡേ ടൂറ് പോവുകയാണ്. ഇതൊരു പാക്കേജാണ് കേട്ടോ. ഞങ്ങളൊരു 8-10 പേരോളം ഉണ്ട്. അപ്പോൾ പോകാനുള്ള വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 1000 ബാത്താണ് നമ്മുടെ ഈ പാക്കേജിനുള്ള ചാർജ് കേട്ടോ. സമയം രാവിലെ 6:30 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിൽ. നമ്മുടെ സുഹൃത്ത് ജിനേഷ് ഉണ്ട്. ബാങ്കോക്കിലെ ഏറ്റവും പ്രസിദ്ധമായ തിരക്കേറിയ വാക്കിംഗ് സ്ട്രീറ്റാണ് ഈ കൗസാൻ റോഡ്. രാത്രിയിലെ തിക്കും തിരക്കും ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആരുമില്ലാത്തൊരവസ്ഥയാണ് രാവിലെ ഇവിടെ കണ്ടപ്പോൾ. വളരെ ശൂന്യമായിട്ടുള്ളൊരവസ്ഥ. രാത്രിയിൽ ഇങ്ങനെയല്ല, ഭയങ്കര തിക്കും തിരക്കും ബഹളമായിരിക്കും. രാത്രിയിൽ നമുക്ക് ഈ ഫുൾ സ്ട്രീറ്റ് ഒരിക്കലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത്രയ്ക്കും ജനനിബിഡമായിരിക്കും ഇവിടെ. ടൂറിസത്തിലൂടെ വൻ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ തായ്ലൻഡ്. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അവരിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനുമുള്ള എല്ലാ ടൂറിസ്റ്റുകളെയും ഇവിടേക്ക് ആകർഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ പ്രായക്കാർക്കും നമ്മുടെ ഗൈഡ് നമ്മളോട് വേഗം വാ പുറപ്പെടാൻ പോണെന്നും പറഞ്ഞ് ധൃതി വിട്ടിട്ടുണ്ട് കേട്ടോ. We go. നമുക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. കൂടെ കുറച്ച് യൂറോപ്യൻസ് ഉണ്ട്. നാട്ടിലെ നമ്പർ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്കപ്പോൾ പുറപ്പെടാം. നല്ലൊരു വണ്ടിയാണ്. ഒരു 10-12 പേർക്ക് സുഖകരമായിട്ട് യാത്രയാവുന്ന ഒരു ഒതുങ്ങിയ വാഹനം. നമ്മുടെ നാട്ടിലെ ട്രാവലറുകളെക്കാളും ചെറുതാണ്. ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് ഒരു 120 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അവിടെ നിന്ന് പിന്നെയും കുറച്ചും കൂടി ദൂരം പോകണം ട്രെയിൻ മാർക്കറ്റിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് പല വശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ പോവാന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞുതരും. അത്യാവശ്യം വേഗത്തിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകളൊന്നും നന്നായി പകർത്താൻ പറ്റുന്നില്ല. കൂട്ടത്തിലൊരു ഇംഗ്ലീഷുകാരന് നല്ല ചുമയുണ്ട് കേട്ടോ. കുറേ നേരം അയാളിടയ്ക്ക് ചുമച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിലെല്ലാം വെള്ളത്തുള്ളികൾ നിൽക്കുന്നുണ്ട്. റോഡെല്ലാം നല്ല നനഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം.
എവിടെ നോക്കിയാലും നിരവധി ഓവർ ബ്രിഡ്ജുകളുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഗതാഗത കുരുക്കുകളൊന്നും അധികം കാണുന്നില്ല. വളരെ സുഗമമായിട്ടാണ് വാഹനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനാവശ്യമായ ധൃതിയും ഓവർടേക്കിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ അധികം കണ്ടില്ല കേട്ടോ. എല്ലാവരും ട്രാഫിക് റൂൾസ് എല്ലാം നന്നായി പാലിക്കുന്നവരാണെന്നാണ് തോന്നുന്നത്. എവിടെ നോക്കിയാലും നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ട്. റോഡുകളും ബ്രിഡ്ജുകളും എല്ലാം അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇവർ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. മാൻ പവറിനേക്കാളും കൂടുതൽ ഹൈടെക് മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. റോഡ് പണിക്ക് വേണ്ടിയിട്ട് അവർ പല നിയന്ത്രണങ്ങളും റോഡിലുണ്ട്. പലയിടത്തും കെട്ടി അടച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഉള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നഗരം നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നല്ല വൃത്തിയും വെടുപ്പുള്ള സുന്ദരമായിട്ടുള്ളൊരു നഗരമാണത്. ഇപ്പോൾ സമയം രാവിലെ 7:30. രാവിലെ തന്നെ വാഹനങ്ങളെല്ലാം നിരത്തിലിറങ്ങി തുടങ്ങി. ടൂറിസ്റ്റുകള് സ്ഥലങ്ങള് സന്ദർശനത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ടൂറിസ്റ്റ് കാറുകൾ കാണാൻ നല്ല രസമാണ്. പല കളറുകളാണ്, കട്ടും കളറുകൾ, ചുവപ്പ്, മഞ്ഞ, പച്ച. കുറച്ചുകൂടി ഭംഗിയുള്ള നഗരഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നന്നായി പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്ത് ഈ സിറ്റി സംവിധാനം ചെയ്തിരിക്കുന്നത്. വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നാം ഇനിയും എന്തെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവരെ കണ്ട് പഠിക്കാവുന്നതാണ്. സിറ്റിയിൽ പതുക്കെ വാഹനങ്ങൾ കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടി അല്പം സ്ലോ ആയി. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഡ്രൈവർ വിദഗ്ധമായിട്ട് ഒരു ഊടുവഴി കൂടെ കയറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ടൂറിസം സെൻ്ററുകളുണ്ട്. ആ ഓഫീസുകളിൽ നമ്മൾ പോയി ഒരു നിരവധി പാക്കേജുകൾ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഇഷ്ടമുള്ള പാക്കേജുകൾ എടുക്കാം. ഓരോ ദിവസവും ഓരോ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് എത്ര ചാർജ് വരും എന്നുള്ളതെല്ലാം അവർ മുൻകൂട്ടി പറയും. അപ്പം നമ്മുടെ റൂമിൽ വന്നവർ രാവിലെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഹാഫ് ഡേ അല്ലെങ്കിൽ ഫുൾ ഡേ ട്രിപ്പിനനുസരിച്ച് ആ സമയം കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ റൂമിന് പരിസരത്ത് കൊണ്ടുവന്ന് വിടുകയും ചെയ്യും. പിന്നെ അവിടെ സൈറ്റ് സീയിങ്ങിന് ഉള്ള ചാർജുകൾ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും സെപ്പറേറ്റ്. ചിലത് ഇവരുടെ ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ യാതൊരു പരിചയമില്ലാതെ വന്ന ആളുകളാണെങ്കിലും പാക്കേജ് എടുക്കാതെ വന്ന ആളുകളാണെങ്കിലും അവർക്കൊക്കെയും ഇങ്ങനെയുള്ള ഓഫീസുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. അതുമല്ലെങ്കിൽ നമുക്ക് ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. CLOOK ക്ലൂക്ക്. ഈ ആപ്പ് ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പാണത്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സൈറ്റ് സീയിങ് ഓരോരോ സ്ഥലങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അവിടുത്തെ അഡ്മിഷൻ ടിക്കറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ആ ആപ്പ് നമുക്ക് കുറേ സഹായകരമായിരിക്കും. ഒരു നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് ഉണ്ട്, ഇന്ത്യക്കാരായിട്ട്. ഞാനും ജിനേഷിനും പുറമെ നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് മാത്രമാണുള്ളത്. അവർ UP-ക്കാരാണ്.
പിന്നെ ഇവിടെ എത്തിയാൽ നമ്മളൊരു സിം കാർഡ് എടുക്കണം കേട്ടോ. നാട്ടിലോട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ സിം കാർഡ് വേണമല്ലോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ സിം കാർഡ് അവൈലബിൾ ആണ്. തായ്ലൻഡ് സിം കാർഡ് അവിടെ 1000 രൂപയാണ് ചാർജ്. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെയാണ് സിം കാർഡ് എടുത്തിട്ട് വന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് ആക്ടിവേഷൻ ആയിരുന്നില്ല. പിന്നെ അതിൻ്റെ ഓഫീസ് എയർപോർട്ട് ഇവിടെ തായ്ലൻഡ് എയർപോർട്ടിനകത്ത്, ബാങ്കോക്ക് എയർപോർട്ടിനകത്ത് അതിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓഫീസിൽ കൊടുത്ത് പിന്നെ അത് ആക്ടിവേഷൻ ആക്കി. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് എയർപോർട്ടിൽ 2-3 കമ്പനികളുടെ സിം കാർഡ് നമുക്ക് കിട്ടും. അതുകൂടാതെ 7-Eleven എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും ആ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് സിം വാങ്ങാൻ കിട്ടും. 1000 രൂപയുടെ സിമ്മിൽ നമുക്ക് 50 GB ഡാറ്റ, 50 GB ഡാറ്റയും ഒരു 45 മിനിറ്റ് ടോക്കിംഗ് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ വാട്സാപ്പിൽ കൂടെയാണ് വീട്ടിലോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം കൊണ്ട് ടോക്കിംഗ് ടൈം ഒരു പ്രശ്നമായിരുന്നില്ല. നിരവധി പാലങ്ങൾ, ഓവർ ബ്രിഡ്ജുകളൊക്കെ കാണുന്നു. ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിറയെ വീടുകൾ കാണുന്നത്. വീടുകളൊക്കെ ഒരു ചെറിയ ടൈപ്പ് വീടുകളാണ് കേട്ടോ. വലിയ വീടുകളൊന്നും ഇവിടെ ഞാൻ അധികം കണ്ടില്ല. ചെറിയ വാർക്ക വീട്, അല്ലാന്നുണ്ടെങ്കിൽ ഷീറ്റ്, ഭൂരിഭാഗം ഷീറ്റ് മേഞ്ഞ വീടുകളാണ് കണ്ടത്. വണ്ടി നല്ല സ്പീഡിൽ പോകാം. ഒരു 120-130 കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടില്ല. നല്ല റോഡുകളാണ് അവിടെ. പിന്നെ ഇവിടെ നിറയെ വണ്ടികൾ, പിക്കപ്പ് വണ്ടികളുണ്ട്. മിത്സുബിഷിയുടെ വണ്ടികൾ, മിത്സുബിഷിയുടെ കമ്പനി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മിത്സുബിഷി പിക്കപ്പ് വാനുകൾ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുള്ള വണ്ടികളാണ്. most of the that is possible medium. Most of that one data system that is possible medium. Maps, most of പല വൃക്ഷങ്ങളൊന്നും കാണുന്നില്ല. കുറച്ച് തെങ്ങുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ തണൽ മരങ്ങളാണ്. Every server, like salt server, everything in KM, but only database after moving to DBAS. എല്ലാം വണ്ടിയുടെ ഷോറൂമുകളാണ്. GWM ഏത് കമ്പനിയാണെന്ന് അറിയില്ല. GWM, MG. ചെറിയ ചെറിയ
ഇസുസു. നഗരം പിന്നിട്ട് വണ്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം വാഹനങ്ങളുടെ ഷോറൂമുകളാണ് മൊത്തം. മിത്സുബിഷി, ഏരിയ വാഹന ഇസുസു, വർക്ക്ഷോപ്പുകളും ആ വക വണ്ടികളെല്ലാം ഇവിടെ നിറച്ചുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ടയോട്ട, മറ്റേ ജർമ്മൻ വണ്ടികളും അമേരിക്കൻ വണ്ടികളൊക്കെ കുറവാണ്. നമ്മൾ നഗരം പിന്നിട്ട് ഗ്രാമപ്രദേശത്തെത്തി. തനി പക്ക നാട്ടിൻ പ്രദേശം, നമ്മുടെ നാട് പോലെ തന്നെ. ചെറിയ ജലാശയങ്ങളും തോടുകളും നിറച്ച് കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട് തന്നെയാണെന്നേ പറയുള്ളൂ. തെങ്ങ്, വാഴ, മാവ്, മത്സ്യകൃഷി ഉണ്ടെന്ന് തോന്നുന്നു. മാവന്തോട്ടം. നമ്മുടെ ഡ്രൈവർ നല്ല പൂശാന വണ്ടി. തെങ്ങുകളൊക്കെ ഹൈറ്റ് കുറഞ്ഞ തെങ്ങുകളാ, ഒക്കെ ഹൈബ്രിഡ് കൃഷികളാ അവര്. ഹൈബ്രിഡ് തെങ്ങുകൾ കാണാൻ തന്നെ എന്ത് രസം. പക്ഷെ നിർത്തി കാണിക്കാൻ നിവർത്തിയില്ല, വണ്ടി നല്ല സ്പീഡിലാ. എന്ത് കൃഷി ചെയ്താലും ലാഭകരമായിട്ട് ചെയ്യുന്നവരാണ് തായ്ലൻഡുകാർ. ഇത് തായ്ലൻഡിലെ രീതിയിലുള്ള കൃഷി രീതികളാണ് അവരുടെ. പിന്നെ അത് ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണമെന്നുള്ളതും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ എന്തോ മുന്തിരിത്തോട്ടാണ്. തെങ്ങാണെങ്കിലും അവര് വെളിച്ചെണ്ണയായിട്ടോ തേങ്ങയായിട്ടോ അല്ല ഉപയോഗിക്കുക. അവർ നല്ല കരിക്കാക്കി മാർക്കറ്റ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്നു. അപ്പം നല്ല ഗുണമേന്മയുള്ള തെങ്ങുകൾ പൊക്കം കുറഞ്ഞതിനും ആണ് അവർ വളർത്തുന്നത് തന്നെ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ലാതെ ഒരുപാട് കൃഷിഭൂമിയുള്ള സ്ഥലമാണ് തായ്ലൻഡ്. അതായത് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ
50ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രാജ്യം തന്നെയാണ്. ഇവരുടെ ഭാഷ തായ് ആണ്, തായ് ഭാഷ. വീടുകൾ അധികവും ഷീറ്റ് മേഞ്ഞ വീടുകളാണ്. ഇംഗ്ലീഷ് ഇച്ചിരി മോശമാണ്. കാരണം പെട്ടെന്നൊന്നും ഇംഗ്ലീഷ് പറഞ്ഞ് ഇവരെ മനസ്സിലാക്കാനും പറ്റില്ല. ഇവർ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമുക്കത് ഗ്രഹിക്കാനും പറ്റാത്തൊരു തരം ഇംഗ്ലീഷാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു 100-ൽ ഒരാൾക്കൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. സിറ്റിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. നല്ല തെങ്ങിൻ തോപ്പുകളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകണേ. എല്ലാം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ. കേടുള്ള തെങ്ങുകളൊന്നും തന്നെ കാണാനില്ല. അവരെന്താണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും കാണാൻ നല്ല എത്ര മനോഹരം. ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങളാണ്. പല തരത്തിലുള്ള തെങ്ങുകൾ, കൊച്ചു കൊച്ചു തെങ്ങുകൾ. വേറൊരു പ്രത്യേകത കാണുന്നവര് വലിയ തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ പുതിയ തെങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ വലിയ തെങ്ങ് വെട്ടിക്കളയുമ്പോഴേക്കും ചെറിയ തേങ്ങയായിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കുറച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇവിടെ. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിൽ മേഖലകൾ ഇവിടെ ഉണ്ട്. എല്ലാത്തിനെയും അവർ തൊഴിലവസരങ്ങളായിട്ട് കണ്ടുകൊണ്ട് മാക്സിമം അവർ പ്രയോജനപ്പെടുത്തുന്നു. നല്ലൊരു വിദേശ നാണ്യം നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം അധ്വാനശീലരാണ്. ഇപ്പോൾ 70-80 വയസ്സായ പുരുഷന്മാരും സ്ത്രീകളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ചെറുകിട കച്ചവടങ്ങളൊക്കെ ചെയ്ത് അവരന്തസ്സായി ജീവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ തായ്ലൻഡിൽ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം ബാങ്കോക്കിൽ 2 ദിവസവും പട്ടായയിൽ 2 ദിവസവുമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാങ്കോക്കിൽ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കൊക്കെ സമയങ്ങൾ പടപടയെന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റും ട്രെയിൻ മാർക്കറ്റും കാണണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെന്തായാലും വിടില്ല എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ 4 ദിവസം പോരാട്ടോ തായ്ലൻഡ് കാണാൻ. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലുള്ളൊരു ട്രിപ്പാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പടഞ്ഞ് പോയി വന്നോന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഏതെല്ലാം സ്ഥലങ്ങൾ എത്ര ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു കണക്കുകൂട്ടലും
പിന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള യാത്രാ സമയവും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളൊന്ന് കണക്കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മളൊരു നല്ല പ്ലാനിങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനും സമയം അധികം നഷ്ടപ്പെടാതെ ഇരിക്കാനൊക്കെ സാധിക്കും. ബാങ്കോക്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ നേരെ പട്ടായയിലേക്ക് പോകുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം നമുക്ക് 2 മണിക്ക് ശേഷമാണ് ഹോട്ടലിൽ ചെക്കിങ് ലഭിക്കുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു 3.5 മണിക്കൂർ യാത്ര കൊണ്ട് പട്ടായയിൽ എത്തിച്ചേരാം. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് വേസ്റ്റായി പോവില്ല. ആ സമയം കൊണ്ട് നമുക്ക് ആ യാത്രാ സമയത്തിൽ ഉൾപ്പെടും. തിരിച്ചു പോരുന്ന ദിവസം ബാങ്കോക്കിൽ നമുക്ക് പരമാവധി സ്ഥലങ്ങൾ കാണാൻ പറ്റും. കാരണം രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ചു പോരാ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്കിംഗ് ആണ് ഇവിടെ. കുറേ ടൂറിസ്റ്റുകളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഒക്കെ ഇതുപോലുള്ള മിനി വാനുകളാണ്. 15 പേർക്ക് ഇരിക്കാവുന്ന വാനുകളാണിത്. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഒരുപാട് ഡ്രസ്സുകള്, ഫുഡ് ഐറ്റംസ്, കരകൗശല സാധനങ്ങള്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്താ കോഫി ഉണ്ടോ? കപ്പിച്ചിനോ ബ്ലാക്ക് ആണോ? അല്ലല്ല, മിൽക്ക്. വിത്ത് മിൽക്ക്. എനിക്ക് വേണം. രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്, അതുകൊണ്ട് കാപ്പി ഒന്നും കുടിച്ചിട്ടില്ല. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള കാപ്പികളുണ്ട്. അടുത്തുള്ള നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു പേര് കപ്പിച്ചീനോ ആണ്. അപ്പൊ അത് കപ്പിച്ചീനോ ഒരെണ്ണം കഴിക്കാന്ന് കരുതി. ഇവിടെ പലവിധ സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും വാങ്ങിക്കാൻ നിൽക്കുന്നില്ല, നല്ല വിലയുണ്ട്. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ 7 മണിക്ക് കാപ്പി കൂടി കഴിഞ്ഞ് നേരെ ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. കാപ്പി ഒന്നും അവിടെ കിട്ടിയില്ല. ഏകദേശം 1 മണിക്കൂർ സമയമാണ് നമുക്ക് ഈ മാർക്കറ്റിനകത്തുള്ള ബോട്ടിങ്. കപ്പിച്ചീനോ പറഞ്ഞിരിക്കുകയാണ്. ആ ബോട്ടിങ്ങിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് വേറൊരു പ്രൈവറ്റ് ബോട്ടിങ്ങിനും കൂടി പോകുന്നുണ്ട്. ഇതിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള തോടുകളിൽ കൂടെയുള്ള ഒരു ബോട്ടിങ്. ഇവിടെ എല്ലാ കടകളിലും എല്ലാ ബിസിനസ്സുകളും നടത്തുന്നത് സ്ത്രീകളാണ് കേട്ടോ. സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ്. എല്ലാ മേഖലയിലും അവരാണ്. പുള്ളിക്കാരി കാപ്പി എടുക്കുന്ന തിരക്കിലാണ്. കപ്പിച്ചീനോന് 50 തായ്ബാത്താണ്. 50 തായ്ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 125 രൂപ. അത് അത്ര വലിയ കൂടുതലല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മറ്റു പല സ്ഥാനങ്ങൾക്കും പൈസ കൂടുതലാണ്. പിന്നെ അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അപ്പം അതിനനുസരിച്ചുള്ള എല്ലാ ചാർജുകളുണ്ടാവും. Outside of Bangkok, welcome to the floating market trip. And today you can see 2 markets. First market we see Dam Neun Sadua floating market. And second, Mae Krong market, or someone call the train market. And right now you arrive Dam Neun Sadua floating market. The name of this market, Dam Neun. തായ്ലൻഡുകാരനായ നമ്മുടെ ഗൈഡ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ചും ഇതുണ്ടായ സാഹചര്യത്തിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആളുടെ പ്രത്യേക രീതിയിലുള്ള ഇംഗ്ലീഷിൽ അദ്ദേഹം വിശദീകരിച്ചു തന്നു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഈ മാർക്കറ്റിൽ 1 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു വില്ലേജ് ബോട്ടിങ്ങും കൂടി ഉണ്ട് എന്നാൾ പറഞ്ഞ്. ഇവിടുത്തെ ബോട്ടിങ് കഴിയുമ്പോൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. Looking the people going to anywhere so busy, and he ordered
to dig a canal. And the local people around here also digging a canal, connect to anywhere. Connect to school, connect to the temple, connect to the hospital, and connect to the market here. Yeah. And at that time, who don't have the car, they are going to anywhere by the paddle boat. Only boat. You will see many paddle boat around here. And then you take on the boat, you will see many canal also. Yeah. And today you can visit them by the paddle boat also. The paddle boat will take you to see both sides of canal, take you to look around the foreign market around 30 minutes on the boat. Okay. And when you come back, walk along the land later. But on the land, same market anywhere. Bangkok have also, maybe your country have also like that. But the highlight for the foreign market, you have to take on the paddle boat to look around. Yeah. And the paddle boat should not include it. You have to pay ticket your ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് ബോട്ടിലേക്ക് കയറാൻ പോവാണ്. Same boat, right? Another one? Okay, आराम से जाओ. നമ്മുടെ ഗൈഡ് അവിടെ നിന്നുകൊണ്ട് ബോട്ടിലേക്ക് കയറുന്ന ഓരോരുത്തരുടെയും മുഖം വളരെ വ്യക്തമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടാണ് മൊബൈലിൽ. അതെന്തിനാണെന്ന് ആദ്യം മനസ്സിലായില്ല. റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അതിന്റെ കുട്ടൻസ് മനസ്സിലായത്. അതും ഒരു ബിസിനസ് ആയിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകള് 2 ബോട്ടുകളിലായിട്ടാണ് റൈഡിന് പോയത് കേട്ടോ. ഒരു ബോട്ടിൽ ലിമിറ്റ് ഉണ്ട്, ചെറിയ ബോട്ടുകളാണ് മരത്തിൻ്റെ. അപ്പോൾ അധികം ആളുകളെ കയറ്റാനുള്ള കപ്പാസിറ്റി അതിനില്ല. അപ്പോൾ അതുകൊണ്ട് 2 ബോട്ടിലായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.